ഹായ്. ഇനി നമുക്ക് മലയാളത്തിൽ നോക്കാനുള്ളത് കൃതിയും കഥാപാത്രവുമാണ്. അതില് കുന്തലത എഴുതിയതാരാം? അപ്പു നെടുങ്ങാടിയുടേതാണ് കുന്തലത അല്ലെ. അപ്പു നെടുങ്ങാടിയുടേതാണ് കുന്തലത. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കലിംഗ രാജാവ്, അതുപോലെ കപിലനാഥൻ. ആരൊക്കെയാണ്? കലിംഗ രാജാവ്, കപിലനാഥൻ. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. അപ്പൊ കുന്തലതയുടെ പ്രത്യേകത എന്താണ്? മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തലതയാണ്. 1887 കുന്തലത പുറത്തിറങ്ങുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അപ്പു നെടുങ്ങാടിയുടേതാണ് കുന്തലത. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ കലിംഗ രാജാവ്, കപിലനാഥൻ. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. 1887 കുന്തലത പുറത്തിറങ്ങുന്നത്. ഏത് വർഷത്തിലാണ് കുന്തലത പുറത്തിറങ്ങുന്നത്? 1887. മലയാളത്തിലെ ആദ്യ നോവലാണ്. മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. ഇന്ദുലേഖ. ഏതാണ് ഇന്ദുലേഖ? ആരുടേതാണ് ഇന്ദുലേഖ? ചന്തുമേനോന്റേതാണ് ഇന്ദുലേഖ. ചന്തുമേനോന്റേതാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇന്ദുലേഖ, മാധവൻ, സൂരി നമ്പൂതിരിപ്പാട്, ചെറുശ്ശേരി നമ്പൂതിരി, പഞ്ചുമേനോൻ. പഠിച്ചോ? ഒന്നുകൂടെ പറയാം. ഇന്ദുലേഖ, മാധവൻ, സൂരി നമ്പൂതിരിപ്പാട്, ചെറുശ്ശേരി നമ്പൂതിരി, പഞ്ചുമേനോൻ. സൂരി നമ്പൂതിരിപ്പാട്, ചെറുശ്ശേരി നമ്പൂതിരി, പഞ്ചുമേനോൻ, മാധവൻ, ഇന്ദുലേഖ. ഇതൊക്കെ ഇന്ദുലേഖയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഇതാരുടേതാണ്? ചന്തുമേനോന്റേതാണ് ഇന്ദുലേഖ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? മലയാളത്തെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതായിരുന്നു? കുന്തലത. പക്ഷേ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലാണ് ഇന്ദുലേഖ. ഇതെന്നാ പുറത്തിറങ്ങുന്നത്? 1887 കുന്തലത പുറത്തിറങ്ങിയതെങ്കിൽ 1889 ഇന്ദുലേഖ പുറത്തിറങ്ങുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ദുലേഖയും മാധവനും കഥാപാത്രങ്ങളാകുന്ന നോവലാണ് ഇന്ദുലേഖ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇന്ദുലേഖയും മാധവനും കഥാപാത്രങ്ങളാകുന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇന്ദുലേഖ, മാധവൻ, സൂരി നമ്പൂതിരിപ്പാട്, ചെറുശ്ശേരി നമ്പൂതിരി, പഞ്ചുമേനോൻ. ഇവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങള്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലാണ്. ആരെഴുതിയത്? ചന്തുമേനോനാണ്. 1889 ഇന്ദുലേഖ പുറത്തിറങ്ങുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ദുലേഖയുടെയും മാധവന്റെയും കഥ പറയുന്ന, അതായത് അവർ കഥാപാത്രങ്ങളാകുന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ശാരദ. ശാരദ ആരുടേതാണ്? ചന്തുമേനോന്റേതാണ് അല്ലെ. ശാരദ ചന്തുമേനോന്റെ എന്താണ് കൃതിയാണ്. അപ്പോൾ അതില് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രാമൻ മേനോൻ, ശാരദ, പൂഞ്ചോലക്കര അച്ഛൻ, വൈത്തിപ്പട്ടർ, കല്യാണിയമ്മ തുടങ്ങിയവരാണ്. അപ്പോ രാമൻ മേനോൻ, ശാരദ, പൂഞ്ചോലക്കര അച്ഛൻ, വൈത്തിപ്പട്ടർ, കല്യാണിയമ്മ. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രാമൻ മേനോൻ, ശാരദ, പൂഞ്ചോലക്കര അച്ഛൻ, വൈത്തിപ്പട്ടർ, കല്യാണിയമ്മ. പ്രതിനായക സ്ഥാനത്ത് വരുന്ന കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ. എങ്ങനെ? പ്രതിനായക സ്ഥാനത്ത് വരുന്ന കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ എന്ന് പറയുന്നത്. പ്രതിനായക സ്ഥാനത്ത് വരുന്ന കഥാപാത്രം. കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് ചന്തുമേനോൻ എഴുതിയ കൃതിയാണ് ഈ ശാരദ എന്ന് പറയുന്നത്. ചന്തുമേനോന്റെ അപൂർണ നോവലാണ് ശാരദ. ഓക്കെ, ഇതൊരു അപൂർണ നോവലാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പ്രതിനായക സ്ഥാനത്ത് വരുന്ന കഥാപാത്രമാണ് ഈ വൈത്തിപ്പട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ രാമൻ മേനോന്, ശാരദ, പൂഞ്ചോലക്കര അച്ഛൻ, വൈത്തിപ്പട്ടർ, കല്യാണിയമ്മ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കിട്ടിയല്ലോ. അടുത്ത പ്രധാനപ്പെട്ട ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ യുവരാജാവ്, സുഭദ്ര, അനന്തപത്മനാഭൻ, പാറുക്കുട്ടി, എട്ടുവീട്ടിൽ പിള്ളമാർ, ഭ്രാന്തൻ, ചാന്നാർ. ഇതൊക്കെ എട്ടുവീട്ടിൽ പിള്ളമാർ, ഭ്രാന്തൻ, ചാന്നാർ, പാറുക്കുട്ടി, അനന്തപത്മനാഭൻ, സുഭദ്ര, യുവരാജാവ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക. യുവരാജാവ്, സുഭദ്ര, അനന്തപത്മനാഭൻ,
പാറുക്കുട്ടി, എട്ടു വീട്ടിൽ പിള്ളമാർ, ഭ്രാന്തൻ, ചാന്നാൻ. അപ്പോ ഇതൊക്കെ ഏതിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ. ഓക്കെ, കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. ഇതിനെക്കുറിച്ച് തീരെ അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഓരോ കഥാപാത്രം പഠിക്കുക എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യുക, അത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ബൈഹാർട്ടാക്കി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നാൽ ഒരു മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. തന്നിട്ടുള്ള കാര്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ യുവരാജാവ് ഏതിലേതാണ്? മാർത്താണ്ഡവർമ്മ. സുഭദ്ര മാർത്താണ്ഡവർമ്മ, അനന്തപത്മനാഭൻ മാർത്താണ്ഡവർമ്മ, പാറുക്കുട്ടി മാർത്താണ്ഡവർമ്മ, എട്ടുവിട്ടിൽ പിള്ളമാരും മാർത്താണ്ഡവർമ്മ, ഭ്രാന്തൻ ചാന്നാനും മാർത്താണ്ഡവർമ്മ എന്ന നോവലിലേതാണ്? മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ. അപ്പൊ നമുക്ക് മനസ്സിലായി, മലയാളത്തിലെ ആദ്യ നോവൽ നമ്മൾ ഏതാ പറഞ്ഞത്? കുന്തലത. രണ്ടാമത്തല്ല, മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഇനി മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാ? മാർത്താണ്ഡവർമ്മ. കിട്ടിയല്ലോ. ഇനി CV-യുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രമാണ് സുഭദ്ര. CV-യുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രമാണ് ഇതിലെ സുഭദ്ര. മലയാളത്തിലെ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതി ഏതാണെന്നറിയോ? അതും മാർത്താണ്ഡവർമ്മയാണ്. മലയാളത്തിലെ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതി മാർത്താണ്ഡവർമ്മ ആണ്. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രവും രണ്ടാമത്തെ നിശബ്ദ ചിത്രവുമാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രവും രണ്ടാമത്തെ നിശബ്ദ ചിത്രവുമാണ് എന്തെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ്, രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഇനി ധർമ്മരാജ CV രാമൻ പിള്ളയുടേതാണ്. ധർമ്മരാജ CV രാമൻ പിള്ളയുടേത്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടേതാണ്, CV രാമൻ പിള്ളയുടേതാണ്. ധർമ്മരാജ ആരുടേതാണ്? CV രാമൻ പിള്ള. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ കേശവപിള്ള, മീനാക്ഷി, മാമാവെങ്കിടൻ, ഹരിപഞ്ചാനനൻ, കാളിയുടയാൻ, ചന്ദ്രക്കാരൻ, കേശവൻ കുഞ്ഞ്. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. കേശവപിള്ള, മീനാക്ഷി, മാമാവെങ്കിടൻ, ഹരിപഞ്ചാനനൻ, കാളിയുടയാൻ, ചന്ദ്രക്കാരൻ, കേശവൻ കുഞ്ഞ്. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് രാമരാജ ബഹദൂർ. അതും CV രാമൻ പിള്ളയുടേതാണ്. CV രാമൻ പിള്ള, നമ്മൾ മാർത്താണ്ഡവർമ്മ പറഞ്ഞു, പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്? ധർമ്മരാജ പറഞ്ഞു. രാമരാജ ബഹദൂറും ആരുടേതാണ്? CV രാമൻ പിള്ളയുടേതാണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ രാജാ കേശവദാസൻ, പെരിഞ്ചക്കോടൻ, പറപ്പാണ്ട, മാണിക്യ ഗൗണ്ടർ, കാളി പ്രഭാഭട്ടൻ, സാവിത്രി, ത്രിവിക്രമൻ. അതുപോലെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ CV രാമൻ പിള്ള. കേരള സ്കോട്ട് എന്ന് തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാല് CV രാമൻ പിള്ളയാണ്. അപ്പൊ രാമരാജ ബഹദൂർ യിലെ കഥാപാത്രങ്ങളാണ് രാജാ കേശവദാസൻ, പെരിഞ്ചക്കോടൻ, പറപ്പാണ്ട, മാണിക്യ ഗൗണ്ടർ, കാളിപ്രഭാ ഭട്ടൻ, സാവിത്രി, ത്രിവിക്രമൻ. ഓക്കെ ആണല്ലോ. ഇനി തകഴിയുടേതാണ് ഏതെന്ന് പറയുന്നത്? എന്താ പറയാ, രണ്ടിടങ്ങഴി. തകഴിയുടേതാണ് രണ്ടിടങ്ങഴി. പ്രധാന കഥാപാത്രങ്ങൾ കോരന്, ചാത്തന്, ചിരുത, വെളുത്ത. ഈ വെളുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. വെളുത്ത ഏതിലെ കഥാപാത്രമാണ്? തകഴിയുടെ രണ്ടിടങ്ങഴി. കോരനുണ്ട്, ചാത്തനുണ്ട്, ചിരുതയുണ്ട്, വെളുത്ത. പുഷ്പവേലിൽ ഔസേപ്പ്. ഓക്കെ, ഇത്രയും ആളുകളാണ് രണ്ടിടങ്ങഴിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അക്ഷന്ത്യവ്യം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷമിക്കാനാകാത്തത്. അക്ഷന്ത്യവ്യം ക്ഷമിക്കാനാകാത്തത്. തമ്പ്ര ഏനുനെല്ല് കൂലിമതി ചക്രം വേണ്ട. കോരന്റെ വാക്കുകളാണിത്. ഓക്കെ, മനസ്സിലായോ? തമ്പ്ര ഏനുനെല്ല് കൂലിമതി ചക്രം വേണ്ട. തമ്പ്ര ഏനുനെല്ല് കൂലിമതി, അങ്ങനെ. തമ്പ്ര ഏനുനെല്ല് കൂലിമതി ചക്രം വേണ്ട. ഇത് കോരന്റെ വാക്കുകളാണ്. ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ എന്താണ്? കോരന്റെ വാക്കുകളാണ്. അപ്പൊ കോരന്, ചാത്തന്, ചിരുത, വെളുത്ത, പുഷ്പവേലിൽ ഔസേപ്പ്. മനസ്സിലായോ? അത്രയാണ് കഥാപാത്രങ്ങൾ. ഏതിലേതാണ്? രണ്ടിടങ്ങഴി തകഴിയുടേതാണ്. അപ്പൊ തകഴിയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? ചെമ്മീൻ. അല്ലെ? ചെമ്മീൻ എന്താണ്? രാഷ്ട്രപതിയുടെ സുവർണ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് 1965. അപ്പോ എന്താണ് അത് സംവിധാനം ചെയ്തത്? ഇതിന്റെ ഫിലിം സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. തിരക്കഥ SL പുരം സദാനന്ദനായിരുന്നു കേട്ടോ.
അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ചെമ്പൻ കുഞ്ഞി, പളനി, പരീക്കുട്ടി. ചെമ്പൻ കുഞ്ഞി, പളനി, പരീക്കുട്ടിയൊക്കെ ചെമ്മീനിലെ ഇതാണ്. ചെമ്പൻ കുഞ്ഞ്, പളനി, പരീക്കുട്ടി. ചെമ്പൻ കുഞ്ഞ്, പളനി, പരീക്കുട്ടി. അതുപോലെ കറുത്തമ്മയും പഞ്ചമിയും. കറുത്തമ്മ, പഞ്ചമി, ചെമ്പൻ കുഞ്ഞ്, പളനി, പരീക്കുട്ടി. കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെമ്മീൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കിട്ടിയത് 1965-ലാണ്. സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. തിരക്കഥ എസ് എൽ പുരം സദാനന്ദൻ. തിരക്കഥ എസ് എൽ പുരം സദാനന്ദൻ. എസ് എൽ പുരം സദാനന്ദനാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇനി കയറും തകഴിയുടേതാണ്. നമ്മളിപ്പം ഏതൊക്കെ പഠിച്ചു? തകഴിയുടേത് ചെമ്മീന് പഠിച്ചു, അതുപോലെ രണ്ടിടങ്ങഴി അല്ലെ തകഴിയുടേതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കയറിലെ പ്രധാന കഥാപാത്രമാണ് ക്ലാസിപ്പേറ് കല്യാണിയമ്മ. ക്ലാസിപ്പേറ് കല്യാണിയമ്മ കയറിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ എന്ന് പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാപ്പോ? അത് MK മേനോന്റെ അവകാശികളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അത് അവകാശികളാണ്. MK മേനോന്റേതാണ് അവകാശികൾ എന്ന് പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് എന്തെന്ന് പറയുന്നത്? കയർ. അപ്പൊ അവകാശികൾ കഴിഞ്ഞാല് കയറാണ്. MK മേനോന്റെ തൂലികാനാമമാണ് വിലാസിനി. അത് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ. ഇതിന് മുന്നൊരു തൂലികാനാമം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ വെള്ളപ്പൊക്കത്തിൽ, അതും തകഴിയുടേതാണ്. ചേന്നന് നായ. ഇതെന്താണ്? ചേന്നന്റെ വളർത്തുപട്ടിയാണ് ഇത്. ചേന്നന് നായ. അപ്പൊ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ളത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ തകഴിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഓടയിൽ നിന്ന് ആരുടേതാണ്? പി കേശവദേവ്. പപ്പു ലക്ഷ്മിയൊക്കെ ഓടയിൽ നിന്ന് എന്നുള്ള കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതിയാണ്. അപ്പൊ ഓടയിൽ നിന്ന് പി കേശവദേവിന്റേതാണ്. ബാല്യകാലസഖി ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. പ്രധാന കഥാപാത്രങ്ങൾ സുഹറ മജീദ്. ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് മജീദിന്റെ വാക്കുകളാണ്. ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് മജീദിന്റെ വാക്കുകളാണ്. ഇന്റുപ്പൂപ്പാക്ക ഒരു ആനയുണ്ടാർന്ന് ബഷീറിന്റേതാണ്. ഇന്റുപ്പൂപ്പാക്ക ഒരു ആനയുണ്ടാർന്ന് ബഷീറിന്റേതാണ്. പ്രധാന കഥാപാത്രങ്ങൾ ആനമക്കാർ, വട്ടനടിമ, കുഞ്ഞിപ്പാത്തുമ്മ, ആയിഷ, നിസാർ അഹമ്മദ്, കുഞ്ഞിത്താച്ചുമ്മ. അപ്പൊ ഇന്റുപ്പാക്ക ആനയുണ്ടാർന്നു. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആനമക്കാറ്, വട്ടനടിമ, കുഞ്ഞിപ്പാത്തുമ്മ, ആയിഷ, നിസാർ അഹമ്മദ്, കുഞ്ഞിത്താച്ചുമ്മ. ഇതൊക്കെ ബഷീറിന്റെ ഇന്റുപ്പൂപ്പാക്ക ഒരു ആനയുണ്ടാർന്നു അതിലേതാണ്. പിന്നെ അടുത്തത് ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും ആരുടേതാണ്? ആനവാരിയും പൊൻകുരിശും ബഷീറിന്റേതാണ്. പ്രധാന കഥാപാത്രങ്ങള് ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ. ആരൊക്കെയാണ്? ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമ. ആനവാരി രാമൻ നായർ, അതുപോലെ പൊൻകുരിശു തോമ. ഓക്കെ. പാത്തുമ്മയുടെ ആട് അല്ലെ എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. ബഷീറിന്റേതാണ്. ബഷീർ അതില് ഉമ്മ ഉണ്ട്, അബ്ദുൽ ഖാദർ ഉണ്ട്, ഹനീഫ ഉണ്ട്, അബൂബക്കർ, പാത്തുമ്മ, ആനുമ്മ. ഇതൊക്കെ പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രങ്ങളാണ്. പ്രേമലേഖനം ബഷീറിന്റേതാണ്. പ്രധാന കഥാപാത്രങ്ങൾ കേശവൻ നായർ, അതുപോലെ എന്താണ് സാറാമ്മ തുടങ്ങിയവരാണ്. കേശവൻ നായരും സാറാമ്മയും. ഇതിലേതാണ് പ്രേമലേഖനം. കേശവൻ നായർ, സാറാമ്മ. പൂവമ്പഴം എന്ന കൃതി ആരുടേതാണ്? ബഷീറിന്റേതാണ്. പൂവമ്പഴത്തിലെ കഥാപാത്രങ്ങൾ അബ്ദുൽ ഖാദറും ജമീലയാണ്. അബ്ദുൽ ഖാദറും ജമീലയാണ് പൂവമ്പഴത്തിലെ കഥാപാത്രങ്ങൾ. മതിലുകൾ ബഷീറിന്റേതാണ്. ബഷീറും നാരായണിയും ഒക്കെ ഇതിലേതാണ്? മതിലുകളിലേതാണ്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീറിന്റേതാണ്. മണ്ടൻ മൂത്താപ്പ, സൈനബ. ഇത് പ്രധാന കഥാപാത്രങ്ങളാണ്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീറിന്റേതാണ്. അതുപോലെ ടൈഗർ ബഷീറിന്റേതാണ്. മുച്ചീട്ട് കളിക്കാരന്റെ മകളുടെ പ്രധാന കഥാപാത്രങ്ങളാണ് മണ്ടൻ മൂത്തപ്പ, സൈനബ. മണ്ടൻ മൂത്തപ്പ, സൈനബ. ഇനി ടൈഗർ അതിലെ പ്രധാന കഥാപാത്രം ടൈഗർ ഓർത്ത് വെച്ചേക്ക. ഒരു ദേശത്തിന്റെ കഥ ആരുടേതാണ്? SK പൊറ്റക്കാടിന്റേതാണ് അല്ലെ. ഒരു ദേശത്തിന്റെ കഥ. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ശ്രീധരൻ, ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്റർ, കുഞ്ഞാപ്പു, തിരുമാല ചന്തോമൻ, കീരൻ പൂശാരി. എന്തൊക്കെ? ശ്രീധരൻ, ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്റർ, കുഞ്ഞാപ്പു, തിരുമാല ചന്തോമൻ, കീരൻ പൂശാരി. ആരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ? ശ്രീധരൻ, ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്റർ,
കുഞ്ഞാപ്പു, പിന്നെന്താണ് തിരുമാല ചന്തോമൻ, കീരൻ പൂശാരി. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. അതിരണിപ്പാടത്തിന്റെ കഥ പറയുന്ന കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. അതിരണിപ്പാടത്തിന്റെ കഥ പറയുന്നു. ടെയിൽസ് ഓഫ് അതിരണിപ്പാടം എന്നത് ഒരു ദേശത്തിന്റെ കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ടെയിൽസ് ഓഫ് അതിരണിപ്പാടം എന്നത് ഒരു ദേശത്തിന്റെ കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. അപ്പോൾ ടെയിൽസ് ഓഫ് അതിരണിപ്പാടം എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ. ഇനി എന്താ ഒരു തെരുവിന്റെ കഥ, അതും SK പൊറ്റക്കാടിന്റെ. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, ഇതൊക്കെ SK പൊറ്റക്കാടിന്റേതാണ്. ഈ തെരുവിന്റെ കഥയിൽ സുധാകരൻ, കേളുമാഷ്, കൂനൻ കണാരൻ, രാമഞ്ചി, ആനപ്പാപ്പാൻ അപ്പുനായർ, ഇറച്ചിക്കണ്ടം മൊയ്തീൻ, പെരിക്കാലൻ അന്ത്രോ, നൊണ്ടിപ്പറങ്ങോടൻ, ഇവരൊക്കെ കഥാപാത്രങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. സുധാകരൻ, കേളുമാഷ്, കൂനൻ കണാരൻ, രാമഞ്ചി, ആനപ്പാപ്പാൻ അപ്പുനായർ, ഇറച്ചിക്കണ്ടം മൊയ്തീൻ, പെരിക്കാലൻ അന്ത്രോ, നോണ്ടിപ്പറങ്ങോടൻ. മിഠായി തെരുവിന്റെ കഥ പറയുന്ന കൃതിയാണ് ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്നത്. മിഠായി തെരുവിന്റെ കഥ പറയുന്ന കൃതിയാണ് ഒരു തെരുവിന്റെ കഥ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത് വീണ്ടും 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 കേട്ട് പഠിക്കുക. ഒരൊറ്റ കേൾക്കലിലൂടെ ഒന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിൽ നിന്നോളണം എന്നില്ല. അപ്പോൾ നന്നായി കേൾക്കുക, പഠിക്കുക, എക്സാം പോയി അറ്റൻഡ് ചെയ്യുക. ഓക്കെ.